കുട്ടീസ്, ഇത് ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് USSന് അത്രയും പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം പഠിച്ചാലോ? ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ചിത്രത്തിൽ PQAD ഇവ സമാന്തരമാണ്, അത് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ സാമാന്തരികം ABCDയിലെ ആംഗിൾ C എത്രയാണ് എന്നാണ് നമ്മളെ ചോദ്യം. സോ എന്റെ മക്കളെ ഫിഗർ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. ഇതില് PQ എന്ന് പറയുന്ന ലൈനും AD എന്ന് പറയുന്ന ലൈനും എന്താണ് ഇവിടെ കൃത്യമായിട്ട് പാരലൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിലാകെ തന്നിരിക്കുന്ന ആംഗിള് ഇത് ഇവിടെ കാണുന്ന P എന്ന് പറയുന്ന ആംഗിൾ 80 മാത്രമേ ഉള്ളൂ. സോ രണ്ട് പാരലൽ ലൈൻസിനെ ഇവിടെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, മുറിച്ച് കടക്കുന്നുണ്ട്. അങ്ങനെ മുറിച്ച് കടക്കുമ്പം അവിടെ ഒരു കറസ്പോണ്ടിങ് ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. ആ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ഓൾറെഡി തന്ന 80 ഡിഗ്രിയും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നത് ആംഗിൾ A ആണ്. സോ ആ 80 ഡിഗ്രിയും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ പാരലലോഗ്രാമിലേക്ക് നോക്കാം. ABCD എന്ന് പറഞ്ഞ പാരലലോഗ്രാമിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ C ആണ്, പക്ഷെ നമുക്ക് കിട്ടിയ ആംഗിൾ A ആണ്. സോ ആംഗിൾ Aയും ആംഗിൾ Cയും തമ്മിലുള്ള ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ പാരലലോഗ്രാം. ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ആംഗിൾ C എന്ന് പറഞ്ഞാൽ അത് 80 ഡിഗ്രി 80 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. 80 ഡിഗ്രി അത് നമ്മളെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് C ആണ്. സോ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ലൈവിലൊക്കെ കണ്ടുമുട്ടണം. അതുവരെ ബൈ ബൈ, സീ യു.